അസ്സലാമലൈക്കും. അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളോട് എല്ലാവരും ഡയമണ്ട് ലൈഫ് ഇടുന്നുണ്ടോ, ഇടാത്ത എന്താ, ലൈവ് തന്നെയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു കുഞ്ഞു ഡയമണ്ട് ലൈഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ. വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അസ്സലാമലൈക്കും. ചെങ്ങന്മാരെ സംഭവം കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ ചോദിക്കല്ലേ രാത്രി ലൈവിൽ വരുമ്പോൾ എന്താ സ്പെഷ്യൽ എന്ന്. ഇപ്പോൾ കാണിച്ചു തരാം. ശാലു ഇങ്ങനെ ഭൂരിക്കുള്ള പരിപാടിയിലാട്ടോ. ഇതെങ്ങനെ ഒക്കെ ഇങ്ങനെ ഉണ്ണിയപ്പം ചുട്ടമാരി ആക്കി വെച്ചിരിക്കണു. ഇതുണ്ടോ ഇനി കേട്ടോ. കണ്ടോ ഗൈസ്. അടുത്തത് കണ്ടോ കറി ഇതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കറി കാണിച്ചു തരാം. കറിയ മുള ഗൈസ് കറിയാണ്. ഇനി അടുത്ത ഭൂരി ചൂടാൻ പോവാട്ടോ. അതിൻ്റെ പരിപാടിയിലാണ് ഇപ്പോൾ. ശാലു ഇങ്ങനെ എണ്ണ ചൂടാക്കിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ ജസ്റ്റ് വീടിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് എത്തി. വീടിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോസ് നമ്മളൊന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ജസ്റ്റ് വെറുതെ ഒന്ന് കാണിക്കാം കേട്ടോ. ഫുള്ളായിട്ടുള്ള വീഡിയോ എടുക്കുന്നുണ്ട് എന്തായാലും. ഓയിൽ ഒഴിച്ചു കൊണ്ടിരുന്നു. ഇതുണ്ടോ ഏതാനും നിമിഷങ്ങൾക്കകം ഞങ്ങളെ ഭൂരി റെഡിയാവും. അല്ലേ ഷാരോ? ആ സ്പെഷ്യൽ എന്താ ചോദിക്കും. പിന്നെന്താ നല്ല മഴയല്ലേ, അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. മഴ പെയ്താൽ സ്പെഷ്യൽ കൂടും. പിന്നെ മക്കളെ ചട്ടി ചൂടായിട്ടതാ. ഫസ്റ്റ് പെട്ടെന്ന് ഡാൻസ് കളിക്കാൻ കേട്ടോ. അതെ അതെ. അങ്ങനെ രണ്ടാമത്തെ പൂരിയും ആർക്ക് ലുക്കില്ലെങ്കിലും നല്ല മഴക്കാരട്ടോ. പൂരിക്ക് ലുക്ക് ബേസ് പല ഷേപ്പൊക്കെ ആകും. എന്നാലിപ്പോൾ എന്തേ പോയത്. ക്രിസ്പി ആയിട്ടില്ല. അടുത്ത് നോക്കട്ടെ. ക്രിസ്പി ആയിക്കണോ? ഓക്കെ. അതാണ് പറഞ്ഞത്. അടിപൊളിയാട്ടോ. ഇതാണ് ഇത് തിന്നാൻ മാത്രമല്ല ഉണ്ടാക്കാനും പറ്റും. ഇത് കണ്ടിട്ട് ആരും ഇവിടെ ഭൂരി തൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിട്ടോ കവർ ചെയ്തിരുന്നു. ഇത് പരത്തലയിലേറെ നല്ലത് ഇതാണ്. അങ്ങനെ മക്കളെ ലാസ്റ്റത്തെയാണ് കേട്ടോ. ഇതാ അങ്ങനെ ഇതും കൂടി ചുട്ട് കഴിഞ്ഞാൽ ഫിനിഷായി കഴിഞ്ഞു. ഇതാ ഫുള്ള് ചുട്ട് വെച്ചിരിക്കുന്നു. ബാക്കി ഇതാ അവിടെ കലാപരിപാടി. മമ്മ എടുത്തു. ആ ഉറങ്ങേ തീർത്താറണ്ട. എങ്ങോട്ടാണ്
ഒരാളെ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇപ്പം അതാ ഫോണിൽ കളിച്ചിരിക്കുക. ഇതന്നെ പരിപാടി. പിന്നെ എല്ലാവരും ചോദിച്ചിരുന്നു, ഞാനൊരു ദിവസം ലൈവ് ഇട്ടപ്പേ എല്ലാവരും ഞാൻ ബാക്ക് ക്യാമറ ഇട്ടപ്പോൾ ഈ ഒരു മരങ്ങളൊക്കെ കണ്ടപ്പോൾ ചോദിച്ചത് എന്താ കാടാണോ? അല്ല കേട്ടോ, ഒരു പെരയുടെ മുന്നാണ്, ഫുള്ള് കാട് കെട്ടിക്കാണ്. അപ്പോൾ ഇതാണ് നമ്മളെ മുറ്റം. ഒരു ഫുള്ള് വീഡിയോ എടുക്കണ്ട് കേട്ടോ. റിച്ചുട്ടൻ പോണണ്ടില്ലേ, യേശുവിനെ എടുത്തുങ്ങാണ്ട്. അതാണ് കേട്ടോ മൂത്തച്ഛൻ്റെ വീട്. അങ്ങോട്ട് പോവാണ്. നല്ല മഴയൊക്കെ വരുന്നുണ്ട്. കാക്കു നിങ്ങളെ വീഡിയോ എടുക്കൽ കഴിഞ്ഞോ? അല്ല പിന്നെ ഇത് തിന്നാൻ മാത്രമൊന്നല്ലേ, ഇത് ഉണ്ടാക്കുമാണ്. ഇതുങ്ങൾക്ക് ഒന്നും അറിയാതെ ഇങ്ങനെ പ്ലേറ്റിൽ കൊണ്ടുവരുമ്പോ തിന്നാ പോരെ. ആ അതും പണി, അതും ഒക്കപ്പാടെ ഒരാൾ ചെയ്യുമ്പോ ഒരു പണി തന്നെയാണ്. എന്താണ് ഫോൺ അടിക്കണ്ട് കാക്കു? ഉമ്മയും കാക്കി താഴത്തേക്ക ആരും കണ്ടില്ല എന്ന് പറയുന്നത്. ഞാനിവിടെ എന്തേട്ടാ, ഞാൻ പൂരിയൊക്കെ ചുറ്റിന് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. ഇനിയിപ്പോൾ എല്ലാവരും ഇങ്ങനെ കഴിക്കുക. ഓരോരുത്തർ ഇങ്ങനെ വരും. ഞോലിക്കൊക്കെ കൊടുത്ത് ലൈവ് ആകുമ്പോഴത്തേന് എല്ലാതൊന്ന് അടുക്കളയ്ക്കൊന്ന് സെറ്റാക്കണം. എല്ലാവരും ചോദിച്ചു എന്താണക്ക് പണിയൊന്നുമില്ല, ഇതൊക്കെ തന്നെ പണികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. എന്നാലും ഞാൻ അതൊക്കെ വേഗം തീർത്തിട്ട് ലൈവിൽ വരുന്നത്. എന്നിട്ട് നിങ്ങളാണെങ്കിലോ അപ്പം ഞാൻ വെറുതെ വന്നിരിക്കണില്ലോ, നിങ്ങൾ കമൻറ്റും ഇല്ല ലൈക്കും ഇല്ല, എന്താ അത്. അപ്പം ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഞാനിനി രാവിലെ മുതലൊരു ഡൈമണ്ട് ലൈഫ് കിട്ടണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അള്ളാ നോക്കട്ടെ. അപ്പം ഇനി ഫുഡ് കഴിക്കുമ്പോൾ കാണാം. അപ്പം ചായ ആയിട്ടോ. ഇനി ഞാൻ ചായ ഫ്ലാസ്കിൽ വെച്ച് വെക്കലാണ്. കാരണം ഓരെല്ലാവരും എല്ലാവരും പള്ളിക്ക് പോയിട്ടോ. ഇനിയിപ്പോൾ ഒരു മൗലൂദൊക്കെ കഴിഞ്ഞിട്ടുള്ള എത്തുക. അപ്പത്തിന് ചായ വെച്ച ചൂടാകും. അപ്പോൾ എല്ലാവരും സെറ്റാക്കി എന്താണെന്നറിയോ, ഞാൻ പറഞ്ഞില്ലേ ഈ ലൈവ് ഇടുന്ന സമയമാകുമ്പോഴത്തേനും ഞാൻ എല്ലാവരും ലൈവ് ഒരുക്കി വെക്കും. അല്ലെങ്കിൽ പിന്നെ ആകെ വിരകിലാക്കാം കേട്ടോ. അപ്പം ഞാനൊക്കെ സെറ്റാക്കി വെക്കും. അപ്പം ഞങ്ങളെ ചായ റെഡി. ഞാൻ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കട്ടെ. ഇനി കാക്കു വരുമ്പോഴത്തേനൊക്കെ കുറേ സമയമാവും കേട്ടോ. അതാണ് ഞാനിപ്പോൾ 9 മണിക്ക് ഇട്ടിന്ന് 9:30 ആക്കിയിരിക്കുന്നത്. കാരണം മൗലൂദൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും സമയം ഒരുപാട് വയ്ക്കൂലേ. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം ഇനി കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കാം. നെയ്ശമോൾ എന്താണെന്ന് വെച്ചെങ്കിൽ ഓള് തിന്നൂല കേട്ടോ. അതോൾക്ക് എരി തീരെ പറ്റൂല. അപ്പോൾ പിന്നെ ഞാൻ എന്താണെന്നറിയാം, മുട്ടയെല്ലാം കൊണ്ട് മുട്ട തിന്നാലും മതിയാലോ എന്ന് കരുതിയിട്ട് കുറച്ച് ലേസം കറി ഒഴിക്കണുള്ളൂ. ഓൾക്ക് ഒന്നും പറ്റില്ല, തീരെ എരി പറ്റാത്തൊരു കുട്ടിയാട്ടോ. പിന്നെ ഓൾക്ക് തിന്നാൻ കൊടുത്തു. ഫുഡൊക്കെ കഴിയാൻ ഇനിയിപ്പോൾ രണ്ടാളും പരിപാടി ചെയ്യണ്ടില്ലേ. ഓനിപ്പോഴും ചെറിയ കുട്ടിയാണോ അവൻ്റെ വിചാരം. നെയ്ഷുമ ഇജെന്താ ചെയ്യണ്? എന്ത് അത് പൊട്ടിക്കുക? അപ്പൊ നമ്മളെവിടെ ഇരിക്കുക? ആ ശരി. മൗലൂദ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ എല്ലാവരും സെറ്റാക്കി വെച്ചിരുന്നുണ്ടല്ലോ. എല്ലാവരും സെറ്റാക്കി വെച്ചുകൊണ്ട് വന്നവർക്ക് കഴിച്ചാൽ മതി. ആളിതാ പള്ളി തിരിഞ്ഞു വരുന്നു. എന്താ തിരിഞ്ഞു? ഉണ്ണിയപ്പ അളക്കാണോ? അതാ ഓൾക്കന്നെ കൊടുത്താലേ എൻ്റെ അമ്മീ. കണ്ടോ, ഞാൻ കൊടുത്തപ്പോ മേടിച്ചില്ല. നീ ചായ കുടിക്കാൻ ഇമ്മ താഴത്തുനിന്ന് വന്നില്ലല്ലോ. 9:30 ആകാനായി കാക്കു.
ലൈവ് കയറണ്ടേ ഓല എവിടെയാണ് നമ്മളെ ഫുള്ളായിട്ട് കാണിക്കാത്ത എന്താണെന്നറിയോ ഇനി നമുക്ക് കുറേ പരിപാടികളുണ്ട് കേട്ടോ കൂടിൻ്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല അതാണ് നമ്മൾ ഫുള്ളായിട്ട് നേരങ്ങത്തിലൊരു വീഡിയോ ചെയ്യാത്ത കേട്ടോ നമ്മൾ ചെയ്യാണ്ട് ഇൻഷാല്ലാ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ചെയ്യാണ്ട് കേട്ടോ അപ്പം ഇനി ഫുഡൊക്കെ കഴിക്കട്ടെ അപ്പോൾ അത്രേ ഉള്ളൂല്ലേ കാക്കോ ഡെയ്മ ലൈഫൊക്കെ വേണമെന്നുണ്ട് വെച്ചെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഡെയിലിയിലെ വീഡിയോസ് ഇനി ചെയ്യണ്ട കേട്ടോ അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ സീ യു